62ാമത് പാലോട് മേളയായിരുന്നു 2025 ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയി ഞങ്ങളവിടെ എത്തിയപ്പോൾ. അച്ഛനും അമ്മയും ഞാനും ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ കാളച്ചന്തി എന്ന് പറയുമ്പോൾ അതിലെ മെയിൻ താരങ്ങളാണല്ലോ കന്നുകാലികൾ, കാളകൾ. പണ്ട് മുതൽക്ക് ഇതുപോലുള്ള ഐറ്റംസിനെ സെയിൽ ചെയ്യാനായിട്ടായിരുന്നു ഈ ഒരു മേളയായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് വിൽപ്പനക്കാരൊക്കെ വന്ന് ഒരു വലിയ മേളയായിട്ട് ഇത് മാറിയത്. നമ്മുടെ ഈ സമീപ പ്രദേശത്ത് നിന്ന് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഈ മേള കാണാൻ വരാറുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടാവും. നമ്മുടെ ലാസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടത്തേക്ക് കാല് കുത്താൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് തിരക്കാണ്. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ചെടികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങളൊക്കെ പണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിതൊന്നും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. തിരക്കിന് മുമ്പേ നമുക്ക് തിരികെ ഇറങ്ങണമല്ലോ, അതുകൊണ്ട് നമ്മൾ വേഗം ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്തത് കേട്ടോ. ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ക്യാഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ഡ്രൈഡ് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതിലൊരു പാവയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈ ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. ഈ ഒരു ഐറ്റം കഴിഞ്ഞ മേളയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, പുതിയതാണ്. പിന്നെ ബാഗിൻ്റെ 2 സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും താഴ്ന്ന് കയറി പോകുമ്പോഴത്തേക്കും. ഇവിടെ നിന്ന് ഞാനൊരു 200 രൂപയുടെ ബാഗ് വാങ്ങിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ബാഗായിരുന്നു. പിന്നെ ഈ നമ്മുടെ സൈഡിലൊക്കെ കാരക്കയും കോളിഫ്ലവർ, അതുപോലെ തന്നെ കുലുക്കി സർബത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇവിടെ നിന്നാണ് കേട്ടോ കോളിഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ട് നടന്നു പോകുന്നത്. പിന്നെ ഒരുപാട് ചെടീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഇഷ്ടംമാതിരി സൈഡ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ വന്ന് ചെടി റോസയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെ ചാക്കിലൊക്കെ കൊണ്ടുപോയി നടുവായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അന്ന് നമുക്ക് കുഞ്ഞു ബണ്ണും അതുപോലെ പല നിറത്തിലുള്ള വളകളൊക്കെ വാങ്ങി തരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ പഴയ കാലമൊക്കെ ഓർമ്മ വരികയാണ്. അച്ഛൻ്റെ അമ്മയുടെ എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ച് നമ്മൾ കെഞ്ചിയൊക്കെ പോവുമായിരുന്നു കേട്ടോ പണ്ടൊക്കെ. അപ്പോൾ ദേവജിത്തും ഞാനും കൂടിയാണ് ഒരുമിച്ച് നടക്കുന്നത്, കുഞ്ഞിനെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്. ഞങ്ങൾ രണ്ടുമാണ് കേട്ടോ സൈഡ് വാരം പോകുന്നത്. അപ്പോൾ അവൻ മുകളിൽ റൈഡ് കണ്ടായിരുന്നു. അപ്പോൾ അതിനെ സ്പീഡിന് അവൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുമായിരുന്നു അതിൽ പോകാനായിട്ട്. അപ്പം നമ്മൾ ഈ വന്ന സമയത്ത് തിരക്ക് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ബണ്ണൊക്കെ അറിയാവോ, പണ്ടേ നമ്മുടെ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ കാണുന്നൊരു കോമൺ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ചെറുതിൽ ഇതുപോലെ അച്ഛൻ ഭീമാപ്പള്ളിയിലും അതുപോലെ എടത്വപ്പള്ളിയിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇതുപോലുള്ള ബണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങി തരുമായിരുന്നു. നമുക്കവിടുത്തെ മാങ്ങയൊക്കെ വാങ്ങി തരുമായിരുന്നു. അതൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. പിന്നെ ദേവജിത്തിൻ്റെ മെയിൻ ഐറ്റംസാണ് ഈ റൈഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ അതിലേക്ക് നീങ്ങി. ഈ സൈഡിൽ നമ്മൾ മയിൽപ്പീലിയും അതുപോലെ കൊലുസുകളും നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ അടുത്ത റൈഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്പീഡിന് തന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ കൊല്ലം ഇല്ലാത്തതുപോലെ നമ്മുടെ സർക്കസ് ഉണ്ടായിരുന്നു. അതായത് മരണക്കിണർ എന്ന് പറയുന്നൊരു ഐറ്റം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും അതിൽ കയറിയിട്ടില്ലായിരുന്നു. 80 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം അതിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളതിൽ കയറാനായിട്ട് നിന്നില്ല. പിന്നെ ഇതുപോലെ മേളയൊക്കെ കാണാൻ വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നാൽ നമുക്ക് അവരെ പുറകെ പോകാനേ സമയം ഉണ്ടാവും കേട്ടോ. അവരിതുപോലെ റൈഡ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ പുറകെ അങ്ങ് പോവും. പിന്നെ നമ്മൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ മേള വെറുതെ പോസ്റ്റായിട്ട് നിൽക്കാനായിട്ടാണ് ഞാൻ വന്നത്. അവൻ ഇതിൽ നിന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ടില്ല. അവൻ കളിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവസാനം ലാസ്റ്റ് നമ്മൾ തന്നെ വിളിച്ചിറക്കി കൊണ്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. ദേവുവിനെയും കൊണ്ടുപോകുമ്പോൾ ഏകദേശം ഒരു 500 രൂപ കയ്യിൽ നമുക്ക് അവനായിട്ട് തന്നെ വേണം കേട്ടോ. കാരണം കാണുന്ന എല്ലാ റൈഡിലും അവൻ കയറാനായിട്ട് വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അവനെ റൈഡുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ അതിൽ നമ്മൾ എന്തായാലും കയറ്റും. ഇനി അടുത്ത് നമുക്കിവിടെ അടുത്ത് തുമ്പോട് ഉത്സവം വരും കേട്ടോ. അവിടെയും ഇതുപോലെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അന്നും അവനെ നമുക്കതിൽ കയറ്റണം. അപ്പോൾ ആ സ്പെഷ്യലായിട്ട് അവൻ്റെ അച്ഛൻ്റെ നിന്നാണ് ബഡ്ജറ്റൊക്കെ വാങ്ങി വയ്ക്കാറുള്ളത്. അച്ഛനും അമ്മയും കുഞ്ഞും ഒരു സൈഡിൽ തന്നെ നിൽക്കുകയാണ്. അവൻ അടുത്ത് വണ്ടിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അവിടെയും കുറച്ച് നേരം പോസ്റ്റായിട്ടൊക്കെ നിന്നു കേട്ടോ. അതിനുശേഷം ഒരുപാട് കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാങ്ങിക്കാനായിട്ടൊന്നും പറ്റിയില്ല. ഹസ്ബൻഡ് അടുത്ത് റിങ് എറിയുന്ന പരിപാടിയിലാണ് കേട്ടോ. 50 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ഭാഗ്യത്തിനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് താഴെ ഇരിക്കുന്ന വീഡിയോയിൽ ചെറുതായിട്ട് കാണാമല്ലോ.
അത് എൻ്റെ കൈക്കുഞ്ഞിനേക്കാളും ഒരു 2 മാസം മൂത്ത കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ കൊച്ചു തറയിലൊക്കെ ഇരുന്ന് കളിക്കുന്ന കാണുമ്പോൾ. നമ്മളിതുപോലെ പൊടിയുള്ള സ്ഥലങ്ങളിലൊന്നും കുട്ടികളെ അങ്ങനെ ഇരുത്താറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ കൂടുതലും നാടോടികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇതുപോലെ കുട്ടികളെയും കൊണ്ടുവന്ന് ഭിക്ഷാടനത്തിനൊക്കെ വിടും കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് നമ്മൾ കയ്യിൽ കഴിച്ചുകൊണ്ടിരുന്ന സാധനം കൊടുത്തപ്പോൾ വാങ്ങിയില്ല, പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെ ദേഷ്യത്തോട് പറഞ്ഞപ്പോൾ ആ സാധനം വാങ്ങിച്ച് കഴിച്ചുമായിരുന്നു ആ കുട്ടി. പിന്നെ ഹസ്ബൻഡ് റൈഡിലേക്ക് കയറാനായിട്ട് 100 രൂപ ടിക്കറ്റുമായിട്ട് പോയി. ഞാൻ അവിടെയും പോസ്റ്റായിട്ട് ഞാൻ കണ്ട ചെടികളൊക്കെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാനായിട്ട്. ഒന്നും വാങ്ങിക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല. ഇളയ കുട്ടി എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇത് ഡ്രൈ ഫിഷിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് അച്ഛനോട് പറയണ്ടായി കേട്ടോ, എനിക്ക് ക്രാത്തി എന്ന് പറയുന്ന ഒരു കരുവാട് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ അച്ഛൻ അത് അത്രമേൽ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് ആ സംഭവം ആ കരുവാടിനെ വാങ്ങിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്കത് വാങ്ങി തന്നപ്പോൾ. നമ്മൾ ചില ഇതിൽ കണ്ടിട്ടില്ലേ, നമ്മുടെ പെൺമക്കളുടെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് അച്ഛനായിരിക്കും. അതാണ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്തത് കേട്ടോ. നമ്മൾ പറഞ്ഞൊരു കാര്യം കുറേ നാൾ കഴിഞ്ഞിട്ട് അച്ഛനത് ഓർത്ത് വെച്ചിട്ട് വാങ്ങി തന്നപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നിട്ട് പറയുകയും ചെയ്തു, എൻ്റെ ആഗ്രഹമല്ലായിരുന്നു ഇത് കഴിക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് തന്നായിരുന്നു. കെട്ടിയവൻ അടുത്ത ഗെയിമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 50 രൂപ ടിക്കറ്റായിരുന്നു. ബോൾ ഇതുപോലെ ഉരുണ്ട് വീഴുമ്പോൾ ആ സംഖ്യകൾ ഉള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. നമ്മുടെ 50 രൂപ പൊട്ടിയായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇവിടുത്തെ റൈഡിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു 3-4-5 റൈഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ മരണക്കിണർ എന്ന് പറയുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. 80 രൂപ ടിക്കറ്റ് എന്തോ ആയിരുന്നു. പിന്നെ ഈ ആകാശത്തൂടെ പോകുന്നതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കൂടിയപ്പോൾ ഭയങ്കര അലപ്പ് മാതിരിയൊക്കെ ആയിരുന്നു. ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. പിന്നെ പഴയകാല സാധനങ്ങളും 5 ചെടിച്ചട്ടി 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭിന്നശേഷി വിഭാഗക്കാരുടെ സെക്ഷനായിരുന്നു കേട്ടോ. അവരുടെ ആ ക്ഷേമ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അതൊക്കെ. തിരക്ക് കൂടിയപ്പോൾ മുകളിലോട്ടുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞങ്ങളിത് ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു മേളയുടെ വിശേഷങ്ങൾ.